സിവിൽ എഞ്ചിനീയർ ആയ സർ എങ്ങനെയാണ് ഈ ഒരു ഫോട്ടോഗ്രാഫി ഫീൽഡിലേക്ക് എത്തിയത്? സാധാരണ ഇപ്പോൾ ഫോട്ടോഗ്രാഫി പാഷനായി ചൂസ് ചെയ്താൽ തന്നെ പലരും മോഡൽ ഷൂട്ട്സും വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയും ആ ഒരു ഫീൽഡിലേക്കാണ് മാറാറ്. പക്ഷേ സർ എന്താണ് ഒരു പ്രൊഡക്റ്റ് ഷൂട്ടും ആർക്കിടെക്ചർ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എന്താണ് കാരണം, റീസൺ? ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഏകദേശം 2020ലാണ്. ഒരു ക്യാമറ വാങ്ങി സ്റ്റാർട്ട് ചെയ്ത് ജസ്റ്റ് ഫോട്ടോസ് എടുക്കുക. അത് കോവിഡ് ടൈമായിരുന്നു. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് എളുപ്പം കിട്ടുന്ന പ്രോഡക്റ്റ്സ് ആയിരുന്നു. ഞാൻ ആ പ്രോഡക്റ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ലൈറ്റിങ് പഠിച്ചു. അങ്ങനെ സ്ലോലി ഡെവലപ്പ് ചെയ്തെടുത്ത പ്രോഡക്റ്റ് നല്ല ക്ഷമ വേണ്ട ഒരു പരിപാടിയാണ്. അത് ലൈറ്റ് ഷേപ്പ് ചെയ്ത് അങ്ങനെ കൊണ്ടുവന്ന് ഒരു പ്രോഡക്റ്റ് എന്താ പറയുക അത്യാവശ്യം ചെയ്തു വെച്ചു. പിന്നീട് എനിക്ക് കുറച്ച് ഞാൻ ബേസിക്കലി സിവിൽ എഞ്ചിനീയർ ആണല്ലോ. അപ്പോൾ എനിക്ക് എന്തുകൊണ്ട് ബിൽഡിങ്സും കൂടി ഷൂട്ട് ചെയ്തുകൂടാ എന്നൊരു ഐഡിയയും കൂടി വന്നു. അങ്ങനെ ഞാൻ ബിൽഡിങ്സ് ഏകദേശം ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. ഒരു കൊല്ലം ആവാനായിട്ടുണ്ട് ഏകദേശം. അപ്പോൾ സൺഡേ സ്റ്റുഡിയോ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞിട്ടൊരു സെപ്പറേറ്റ് പേജും ഒരു സെപ്പറേറ്റ് ഒരു കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇപ്പോൾ അതിലേക്കാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, ആർക്കിടെക്ചറൽ ഫോട്ടോഗ്രാഫി. കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി ടെക്നിക്കൽ സ്കില്ല് വേണ്ട ഒരു മേഖല കൂടിയാണ്. നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യേണ്ട ക്ലയൻറ്റ് ഒരു ആർക്കിടെക്റ്റും കൂടിയാണ്. അപ്പോൾ അവരൊരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ നമ്മൾ അവരെയും സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ കുറച്ചും കൂടി എന്താ പറയുക നല്ലൊരു നീഷാണ്. ലൈക്ക് ടെക്നിക്കലി വേണം, കുറച്ച് കഴിവ് വേണം, കുറച്ച് നല്ല രീതിയിൽ ഫ്രെയിം ചെയ്യാൻ പറ്റണം. അതിങ്ങനെ ഞാൻ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഇപ്പോൾ സൺഡേ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു പ്രൊഫൈല് ഇങ്ങനെ ബിൽഡ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അതാണ് മെയിൻലി ചെയ്യുന്നത് ഇപ്പോൾ. എന്തായാലും അതിന് നല്ല ഗ്രോത്തിലേക്ക് പോട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു.